ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. അടുത്ത 10 മാസത്തിനുള്ളിൽ തദ്ദേശീയമായി AI മോഡൽ വികസിപ്പിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യൻ സാഹചര്യവും സംസ്കാരവും നിലനിർത്തുന്ന AI മോഡലുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഒഡീഷയിൽ നടന്ന ഇന്ത്യ AI മിഷനെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. ChatGPT, DeepSeek തുടങ്ങിയ ആഗോള കമ്പനികളുടെ നിരയിൽ ചേർന്ന് സ്വന്തമായി ജനറേറ്റീവ് AI മോഡൽ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിനായുള്ള ചട്ടക്കൂടിന് രൂപം നൽകിയെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ത്യ AI കമ്പ്യൂട്ട് ഫെസിലിറ്റിയാണ് ഈ സംരംഭത്തിന് പിന്നിൽ. ഇന്ത്യക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഭാഷാ മോഡൽ സൃഷ്ടിക്കുന്നതിന് 18,693 GPUകൾ വാങ്ങി. ചൈനയുടെ DeepSeek AI 2000 GPUകളെയാണ് അടിസ്ഥാനമാക്കിയത്. ChatGPT 25,000 GPUകളെയാണ് ആശ്രയിച്ചത്. ഇപ്പോൾ ഇന്ത്യക്ക് 15,000 ഹൈ എൻഡ് GPUകൾ ലഭ്യമാണ്. നമ്മുടെ AI അഭിലാഷങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ശക്തമായ ഒരു കമ്പ്യൂട്ട് ഫെസിലിറ്റി ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടെന്നും അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു. ഒഡീഷയിൽ AI ഡാറ്റാ സെന്ററുകൾ സ്ഥാപിച്ചേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശ AI മോഡലുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഡിജിറ്റൽ ഇക്കോസിസ്റ്റം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ട് ഇന്ത്യൻ സർക്കാർ AI ഗവേഷണത്തിലും അടിസ്ഥാന സൗകര്യങ്ങളിലും സജീവമായി നിക്ഷേപം നടത്തുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. UPI ട്രാൻസാക്ഷൻ ഐഡിയിൽ കർശന നിബന്ധനകൾ ഏർപ്പെടുത്തി നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പുതിയ ചട്ടമനുസരിച്ച് ട്രാൻസാക്ഷൻ ഐഡിയിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉൾപ്പെടുത്തരുതെന്നാണ് നിർദ്ദേശം. UPI ഇടപാടുകൾ നിലവാരമുള്ളതാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. എല്ലാ UPI സേവനദാതാക്കളും ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സർക്കുലറിൽ പറയുന്നു. പുതിയ മാർഗനിർദ്ദേശം പാലിച്ച് ട്രാൻസാക്ഷൻ ഐഡികൾക്ക് ആൽഫ ന്യൂമറിക് ക്യാരക്ടറുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കണം. മിക്ക പേയ്മെന്റ് സേവനദാതാക്കളും പുതിയ വ്യവസ്ഥ പാലിച്ചിട്ടുണ്ടെങ്കിലും ചിലത് ഇപ്പോഴും പാലിക്കാത്തതിനാൽ അടുത്ത മാസം മുതൽ നിയന്ത്രണം കർശനമായി നടപ്പാക്കാനാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ തീരുമാനം. UPI ഐഡിയിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി 1 മുതൽ ഇത്തരം ഐഡികളിൽ നിന്നുള്ള ഇടപാടുകൾ റദ്ദാക്കുമെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. ഇത്തരം ഇടപാടുകൾ കേന്ദ്ര സംവിധാനം സ്വമേധയാ തള്ളുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളതെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കേസ് തീർപ്പാക്കാൻ മെറ്റ. ക്യാപിറ്റോൾ കലാപത്തിന് പിന്നാലെ ട്രംപിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട കേസാണ് നഷ്ടപരിഹാരം നൽകി തീർപ്പാക്കുന്നത്. കേസ് ഒത്തുതീർപ്പാക്കുന്നത് സംബന്ധിച്ച് ട്രംപും മാർക്ക് സക്കർബർഗും തമ്മിൽ ധാരണയിലെത്തിയതായാണ് സൂചന. കരാർ പ്രകാരം മെറ്റ ട്രംപിന് $2.5 കോടി നൽകണം. ഇതിൽ $2.2 കോടി ട്രംപിന്റെ പ്രസിഡൻഷ്യൽ ലൈബ്രറിക്കായി നൽകുകയും ബാക്കി തുക നിയമവ്യവഹാരങ്ങൾക്കായി മാറ്റിവെക്കുകയും ചെയ്യും. വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപുമായി സഹകരിച്ച് മുന്നോട്ട് നീങ്ങുന്നതിന്റെ ഭാഗമായാണ് മാർക്ക് സക്കർബർഗ് ഒത്തുതീർപ്പിന് തയ്യാറാകുന്നതെന്നാണ് സൂചന. നേരത്തെ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സക്കർബർഗ് $10 ലക്ഷം സംഭാവന നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ നവംബറിൽ ട്രംപിന്റെ ക്ലബിൽ സന്ദർശനം നടത്തിയപ്പോൾ തന്നെ സക്കർബർഗ് ഒത്തുതീർപ്പ് കാര്യം സംസാരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വോയിസ് ഓൺലി പ്ലാനുകൾ അവതരിപ്പിച്ചതിന് പിന്നാലെ ഉപഭോക്താക്കൾക്ക് തിരിച്ചടി നൽകി ജിയോയുടെ പുതിയ മാനദണ്ഡം. വോയിസ് SMS ഓൺലി പ്ലാനുകൾ ഉപയോഗിക്കുന്ന വരിക്കാർക്ക് ഡാറ്റ പ്ലാനുകളോ ഡാറ്റ ബൂസ്റ്റർ പ്ലാനുകളോ ഉപയോഗിക്കാനാകില്ല എന്ന് കമ്പനി വ്യക്തമാക്കി. ട്രായിയുടെ കർശന ഉത്തരവിനെ തുടർന്നാണ് സ്വകാര്യ ടെലികോം കമ്പനികൾ വോയിസ് ഓൺലി പ്ലാനുകൾ അവതരിപ്പിച്ചത്. എന്നാൽ ട്രായ് ലക്ഷ്യമിട്ടതുപോലെയുള്ള മെച്ചമൊന്നും വോയിസ് SMS ഓൺലി പ്ലാനുകൾ കൊണ്ട് വരിക്കാർക്ക് കിട്ടുന്നില്ല എന്ന വിലയിരുത്തലുണ്ടായി. തുടർന്ന് ഇത്തരം പ്ലാനുകളുടെ നിരക്ക് കുറയ്ക്കാൻ ട്രായ് വീണ്ടും കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ടെലികോം കമ്പനിയായ ജിയോ 2 വോയിസ് SMS ഓൺലി പ്ലാനുകളാണ് വരിക്കാർക്കായി അവതരിപ്പിച്ചത്. ഡാറ്റയില്ലാതെ അൺലിമിറ്റഡ് കോളിംഗും നിശ്ചിത SMS-ഉമാണ് വ്യത്യസ്ത വാലിഡിറ്റികളിൽ ഈ 2 വോയിസ് ഓൺലി പ്ലാനുകളും വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ഈ പ്ലാനുകൾ ഉപയോഗിക്കുന്ന വരിക്കാർക്ക് ജിയോയുടെ ഡാറ്റ പ്ലാനുകളോ ഡാറ്റ ബൂസ്റ്റർ പ്ലാനുകളോ ഉപയോഗിക്കാനാകില്ല. പുതിയ പ്ലാൻ കാത്തിരിക്കുന്നവർക്ക് നൽകിയ വലിയ തിരിച്ചടിയാണ് തീരുമാനമെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. അതേസമയം എയർടെലും വിഐയും തങ്ങളുടെ വോയിസ് ഓൺലി പ്ലാനുകൾ ഉപയോഗിക്കുന്നവർക്ക് ഡാറ്റ പ്ലാനുകൾ ഉപയോഗിക്കുന്നതിൽ വിലക്കുകളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ജിയോയുടെ നയം തികച്ചും ഏകപക്ഷീയവും ഏകാധിപത്യപരവുമാണെന്നാണ് ആക്ഷേപം. അടിയന്തര ഘട്ടങ്ങളിൽ ഡാറ്റ പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാൻ ഇതോടെ ഉപഭോക്താക്കൾക്ക് അവസരമില്ലാതായി. അനാവശ്യമായി ഡാറ്റയ്ക്ക് പണം ചെലവഴിക്കാൻ താൽപ്പര്യമില്ലാത്തവർക്കായാണ് ട്രായ് വോയിസ് SMS ഓൺലി പ്ലാൻ അവതരിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റഴിക്കുന്ന കമ്പനിയായി വീണ്ടും ടൊയോട്ട.
കഴിഞ്ഞ വർഷം ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ 10.8 ദശലക്ഷം വാഹനങ്ങളാണ് വിറ്റഴിച്ചത്. തുടർച്ചയായ 5-ാം വർഷമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വാഹന നിർമ്മാതാവെന്ന പദവി ടൊയോട്ട നിലനിർത്തുന്നത്. അതേസമയം ആഗോള വിൽപ്പനയിൽ മുൻവർഷത്തെക്കാളും 3.7% ഇടിവ് രേഖപ്പെടുത്തി. ടൊയോട്ടയ്ക്കൊപ്പം കോമ്പാക്ട് കാർ നിർമ്മാതാക്കളായ ഡൈഹാറ്റ്സു, വാണിജ്യ വാഹന നിർമ്മാതാവ് ഹിനോ മോട്ടോഴ്സ് എന്നിവയുടെ വിൽപ്പനയിലും കാര്യമായ കുറവ് രേഖപ്പെടുത്തി. ജപ്പാനിലെ വിൽപ്പനയിലുണ്ടായ ഇടിവാണ് ഇതിന് കാരണമായത്. വാഹനങ്ങളുടെ സർട്ടിഫിക്കേഷൻ ടെസ്റ്റ് നടപടിക്രമങ്ങളിലടക്കം എഞ്ചിൻ നിർമ്മാണ കമ്പനിയായ ഡൈഹാറ്റ്സുവിന് നേരിട്ട തിരിച്ചടിയാണ് വിൽപ്പനയിൽ പ്രതിഫലിച്ചത്. 2ാം സ്ഥാനത്തുള്ള ജർമ്മൻ എതിരാളിയായ ഫോക്സ് വാഗൺ ഗ്രൂപ്പ് വിൽപ്പനയിൽ 2.3% ഇടിവ് രേഖപ്പെടുത്തി. കമ്പനി 9 ദശലക്ഷത്തിലധികം വാഹനങ്ങളാണ് പോയ വർഷം വിറ്റഴിച്ചത്. അതേസമയം ലോകത്തിലെ മറ്റൊരു പ്രധാന കാർ വിപണിയായ ചൈനയിൽ കാറുകളുടെ വിൽപ്പന 6.9% കുറഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.